മാഗ്നിഫിസൻറ്റ് സെഞ്ചുറിയിലെ മറ്റൊരു ക്യാരക്ടറായിരുന്നു അലക്സാൻഡ്രിയ അഥവാ ഹുറം സുൽത്താൻ. സുൽത്താൻ സുലൈമാൻ പിടിച്ചടക്കിയ ഒരു ക്രിസ്ത്യൻ രാജ്യത്തെ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റിൻ്റെ മകളായിരുന്നു അലക്സാൻഡ്രിയ. അവളുടെ അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും കാമുകനെയും ഒക്കെ കൊലപ്പെടുത്തിയ ശേഷമാണ് അവളെ യുദ്ധത്തടവുകാരിയായി പിടിച്ചുകൊണ്ടുവരുന്നത്. അവളെപ്പോലെ തന്നെ വേറെയും ഒരുപാട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. വളരെ സ്നേഹമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നും നാടും വീടും ഒക്കെ നഷ്ടപ്പെട്ട് മറ്റൊരു രാജ്യത്തെ രാജാവിൻ്റെ അടിമയായി എത്തപ്പെട്ടു. അലക്സാൻഡ്രിയയ്ക്ക് ആദ്യമൊന്നും ഒരു തരത്തിലും അവിടുത്തെ ചട്ടങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ദായ. അവർ പറയുന്നതൊക്കെ അനുസരിച്ച് വേണം അവിടെ ജീവിക്കാൻ. ദായയുടെ കീഴിൽ ഇത്തരം ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്ന നിഗാർ, സിംബ എന്നീ 2 പേർക്കായിരുന്നു. ദായും നിഗാറും എല്ലാവരും തന്നെ ഒരു കാലത്ത് മറ്റു നാടുകളിൽ നിന്നും യുദ്ധത്തടവുകാരായി അവിടെ എത്തപ്പെട്ടവരായിരുന്നു. അവിടെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല. അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ജീവിച്ചു പോകണം. നിഗാർ പറയുന്നതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ ഒന്നും കൂട്ടാക്കാതെ വളരെ റിലക്റ്റൻ്റായി നിന്ന അലക്സാൻഡ്രിയയോട് നിഗാറിന് ദേഷ്യത്തെക്കാൾ കൂടുതൽ അനുകമ്പയായിരുന്നു. സ്വന്തം നാടും വീടും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ എത്തപ്പെടുമ്പോഴുണ്ടാകുന്ന ഹൃദയവേദന അവൾക്ക് നന്നായി അറിയാമായിരുന്നു. മറ്റാരും കേൾക്കാതെ അലക്സാൻഡ്രിയയോട് അവൾ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല, അതിനാൽ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഇവിടുത്തെ സുൽത്താനെ സോപ്പിട്ട് വലയിൽ വീഴ്ത്തിയാൽ നിനക്കിവിടെ റാണിയെപ്പോലെ ജീവിക്കാമെന്ന ഉപദേശം കൊടുക്കുന്നതും നിഗാർ തന്നെയാണ്. നിഗാറിൻ്റെ അവിടുത്തെ സ്ഥാനം പേര് കാഫ എന്നായിരുന്നു. അതിനാൽ നിഗാർ കാഫ എന്നാണ് അവളെ എല്ലാവരും വിളിച്ചിരുന്നത്. നിഗാർ പറയുന്നത് മാത്രമേ ഇനി തൻ്റെ മുന്നിലൊരു മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ അലക്സാൻഡ്രിയ പതിയെ മാറാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും സുൽത്താൻ സുലൈമാനെ തൻ്റെ വരുതിയിലാക്കിയാൽ ആ കൊട്ടാരത്തിൽ സർവ്വ അധികാരത്തോടെ വാഴാം എന്ന് മനസ്സിലാക്കിയ അലക്സാൻഡ്രിയ പിന്നീട് അതിനുള്ള ശ്രമത്തിലായി. രാത്രിയാകുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാം സുലൈമാൻ പോകുന്ന ഒരു വരാന്തയിൽ കൊണ്ടുവന്ന് നിർത്തും. തല കുനിച്ച് വരിവരിയായി നിർത്തും. അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യും. സുലൈമാൻ തന്നെ വന്ന് സെലക്ട് ചെയ്യും. പിന്നെ നിഗാർ അടക്കമുള്ള പരിചാരകർ അവളെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സുകൾ ആഭരണങ്ങളൊക്കെ ഇടിയിച്ച് അണിയിച്ചൊരുക്കി സുൽത്താനോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു വിടും. തന്ത്രപരമായി അലക്സാൻഡ്രിയ തന്നെ ആ സ്ഥാനം നേടിയെടുത്തു. ആകർഷകമായ പെരുമാറ്റത്തോടെ സുൽത്താനെ കയ്യിലെടുക്കുക തന്നെ ചെയ്തു. അതിനു മുമ്പ് വരെ സുൽത്താൻ ഏറ്റവും ഇഷ്ടത്തോടെ പെരുമാറിയിരുന്ന പലരെയും സുൽത്താൻ വിളിക്കാതെയായി. കൂടുതൽ സമയം അവളോടൊപ്പം തന്നെ ചെലവഴിച്ചു. അത് അവിടെ ഉണ്ടായിരുന്ന മറ്റു പല സ്ത്രീകൾക്കും അവളോട് ദേഷ്യമുണ്ടാക്കി. സുൽത്താൻ്റെ ഭാര്യ മാഹി ദേവരാനും അവളെ ശത്രുവായി കണ്ടു. എന്നാൽ അവളോട് ഇഷ്ടമുണ്ടായിരുന്ന ചിലരും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ ഒരു കൂട്ടുകാരി മരിയയെയും അവളോടൊപ്പം അവിടെ പിടിച്ചു കൊണ്ടുവന്നിരുന്നു. മരിയ എപ്പോഴും അലക്സാൻഡ്രിയയോടൊപ്പം ഉണ്ടായിരുന്നു. സുൽത്താൻ സുലൈമാൻ അലക്സാൻഡ്രിയയോട് കൂടുതൽ അടുത്തു. സ്വന്തം ഭാര്യയോട് പോലും അകൽച്ച വയ്ക്കുന്നു എന്നറിഞ്ഞ സുൽത്താൻ്റെ അമ്മ പോലും ഇവരുടെ ഈ ബന്ധത്തെ വിലക്കുന്നു. അവർ സുൽത്താനോട് നേരിട്ട് ഈ കാര്യം പറയുന്നു. നീ കാണിക്കുന്നത് ശരിയല്ല. നിന്റെ ഭാര്യയോട് നീതി പുലർത്തേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും വിലപ്പോകുന്നില്ല. സുൽത്താൻ്റെ അമ്മ സുൽത്താൻ ഒരിക്കൽ കൊട്ടാരം വിട്ട് ദൂരെ എവിടെയോ പോയ തക്കം നോക്കി അലക്സാൻഡ്രിയെ കൊട്ടാരത്തിൽ നിന്നും വെളിയിലാക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരാളോടൊപ്പം പറഞ്ഞയക്കാനാണ് നോക്കുന്നത്. എന്നാൽ അപ്പോഴാണ് അവൾ ഗർഭിണിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്. സുൽത്താൻ്റെ കുട്ടികൾ കൊട്ടാരത്തിൽ വളരണം. സുൽത്താൻ്റെ കുട്ടികളുടെ അമ്മയ്ക്ക് അവിടെ പ്രത്യേക സ്ഥാനമൊക്കെയുണ്ട്. അങ്ങനെ അവൾ പോകെ സുൽത്താൻ്റെ 5 കുട്ടികളുടെ അമ്മയായി മാറുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും തന്നെ എതിരായിരുന്നിട്ടും അവൾ സുൽത്താനെ ഏതു വിധേനയും അവളോട് അടുപ്പിച്ചു നിർത്തി മറ്റെല്ലാവരെയും അപ്രസക്തരാക്കി. അതിനുവേണ്ടി എന്ത് നെറികെട്ട വഴിയും സ്വീകരിക്കാനും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രാജാവിൻ്റെ മൂത്തപുത്രനായ മുസ്തഫയ്ക്ക് അവകാശപ്പെട്ട രാജാധികാരം വരെ അയാളിൽ നിന്നും തട്ടിയെടുത്ത് തൻ്റെ ഒരു മകനായ സെലിമിന് കൊടുക്കുന്നുണ്ട്. സുൽത്താൻ സുലൈമാനെ ഏത് രീതിയിലും സ്വാധീനിച്ച് അവൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നടത്താൻ സമർത്ഥയായിരുന്നു അവൾ. അതിനുവേണ്ടി മതം മാറി മുസ്ലിമായി, പേര് മാറ്റി ഹുറം എന്നാക്കി. സുൽത്താൻ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ അവൾ ജീവിച്ചു. മറ്റാരെയും സുൽത്താനുമായി അടുക്കാനും അവൾ സമ്മതിച്ചിരുന്നില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ പിടിച്ചടക്കി അധികാര കേന്ദ്രമായി ഇരിക്കുമ്പോഴും എന്നും അവർ വളരെ അസ്വസ്ഥയായിരുന്നു.
ഊണിലും ഉറക്കത്തിലും തന്നെ സുൽത്താനിൽ നിന്നും തന്നെ അകറ്റി ആ സ്ഥാനത്തേക്ക് ആരെങ്കിലും വരുമോ എന്ന പേടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അലക്സാൻഡ്രിയ എന്തെങ്കിലും തരത്തിൽ ആരോടെങ്കിലും ഒരു അനുകമ്പ കാണിച്ചതായി തോന്നിയിട്ടില്ല. എന്നും അവളോടൊപ്പം നിഴൽ പോലെ നടന്നിരുന്ന മരിയോട് പോലും പലപ്പോഴും അവൾ വളരെ റൂഡായാണ് പെരുമാറിയിരുന്നത്. സുലൈമാൻ്റെ ഭാര്യയായിരുന്ന മാഹി ദേവ്രാനോടും അവരുടെ മകനായ മുസ്തഫയോടും ഒന്നും അവൾക്ക് യാതൊരു അനുകമ്പയും ഉണ്ടായിരുന്നില്ല. സുൽത്താൻ അവരോട് ഒരു തരത്തിലും അടുക്കരുതെന്ന് വാശിയും അവൾക്കുണ്ടായിരുന്നു. അലക്സാൻഡ്രിയയ്ക്ക് അവളുടെ നാടും വീടും മാതാപിതാക്കളും സഹോദരിയും കാമുകനും ഒക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും ആ കാര്യത്തിൽ അവൾ അനുകമ്പ അർഹിക്കുന്നു എങ്കിലും അവൾക്ക് മറ്റാരോടും അതുണ്ടായിരുന്നില്ല. ആരെ വിഷമിപ്പിച്ചാലും അവൾക്ക് വേണ്ടത് അവൾ നേടിയെടുക്കും എന്നൊരു മനോഭാവമായിരുന്നു അവൾക്കെന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അധികാരസ്ഥാനത്തിരിക്കുമ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറായി എനിക്ക് ഹുറത്തെ തോന്നിയതുമില്ല. എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ആയിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ ചുറ്റിലും ഇത്തരം മനോഭാവമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബേസിക്കായി അവരുടെ പ്രശ്നം ഒരു തരം ഇൻസെക്യൂരിറ്റി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ ചുറ്റുമുള്ളവർ അവർക്ക് പാര വയ്ക്കും, അവർക്ക് അർഹതപ്പെട്ടത് തട്ടിയെടുക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത. അത്തരം പേടിയിൽ അവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചും പാര വെച്ചും അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ഞാൻ ഒരു വർഷം അറിയപ്പെടുന്ന ഒരു പ്ലേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ചില ടീച്ചർമാർ വളരെ സ്ട്രെയിഞ്ചായി പെരുമാറുവാൻ തുടങ്ങി. എന്തോ ഭയങ്കര സംശയത്തോടെയാണ് തുടക്കം മുതൽ നോക്കിക്കണ്ടിരുന്നത്. മുമ്പ് തൊട്ടേ വർക്ക് ചെയ്യുന്ന അവർക്ക് കിട്ടുന്നതിനേക്കാൾ പ്രിഫറൻസ് കിട്ടുമോ എന്നൊക്കെ ഭയന്നിരുന്ന പോലെയാണ് തോന്നിയത്. എന്നാൽ അങ്ങനെ അവർക്ക് തോന്നാനും വേണ്ടും ഒന്നും ഞാനോ എന്നോടൊപ്പം ജോയിൻ ചെയ്ത മറ്റു ടീച്ചർമാരോ ഒന്നും ചെയ്തിരുന്നില്ല. അവർക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഉള്ളതുപോലെ തോന്നി. അവിടെ അഡ്മിൻ പോസ്റ്റിൽ ഇരുന്നിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. ആ പ്ലേ സ്കൂളിൻ്റെ ഓണർ വേറൊരാളായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്ത് ജോബ് തന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇതുപോലെ വേറെയും പ്ലേ സ്കൂളുകൾ ഉണ്ടായിരുന്നതിനാൽ സ്ഥിരമായി വരില്ല. വല്ലപ്പോഴും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോകും. എന്നാൽ ഒരു ദിവസം അദ്ദേഹം വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായി തോന്നി. എപ്പോഴും വളരെ പ്രസന്നമായ മുഖഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബ്രഹ്മമഹാപുരാണം വായിച്ചപ്പോൾ അതിൽ മകൻ്റെ യൗവനം ചോദിച്ചു വാങ്ങി വളരെ കാലം അയാൾക്കിഷ്ടപ്പെട്ട പോലെയൊക്കെ ജീവിച്ച യയാതി മഹാരാജാവ് ഒടുവിൽ തിരിച്ചറിവ് വന്ന് മകന് തന്നെ യൗവനം തിരിച്ചു കൊടുത്ത് തൻ്റെ വാർദ്ധക്യം തിരിച്ച് സ്വീകരിച്ച ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഇതാണ്: ആരാണോ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും മറ്റാരും തന്നെ ഇയാളെയും ഭയപ്പെടാതിരിക്കുകയും അതുപോലെ ആരോടും അമിതമായ സ്നേഹമോ സ്നേഹക്കുറവോ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവൻ ബ്രഹ്മത്തെ പ്രാപിക്കും എന്ന്. ആ തരത്തിലുള്ള ഒരാളായി തോന്നി അദ്ദേഹത്തെ. അക്ഷരാർത്ഥത്തിൽ ഇതുപോലത്തെ ഒരു സർ. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ഒരു എംപ്ലോയി ആയിരുന്ന എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ ഫ്രീ ആയി ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ മുതൽ അഡ്മിൻ പോസ്റ്റിൽ ഇരുന്നിരുന്ന ലേഡിക്ക് എന്നോട് വളരെ സ്ട്രെയിഞ്ചായൊരു പെരുമാറ്റം തുടങ്ങി. ഒരു പക്ഷേ ആ സ്കൂളിൻ്റെ ഓണറായ ആ സാറിനോട് വളരെ ഫ്രീ ആയി മിണ്ടിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഒരു തരത്തിലെ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി അവർക്കും ഉണ്ടായി കാണും. അവരുടെ ഇഷ്ടക്കുറവ് അവർ പല വിധത്തിലും പ്രകടമാക്കാൻ തുടങ്ങി. ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി അദ്ദേഹത്തോട് എന്നെപ്പറ്റി കുറ്റം പറയാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം സ്കൂളിൽ വന്ന് എന്നോട് എനിക്കെന്താണ് അവിടെ പ്രശ്നം എന്നുവരെ ചോദിച്ചു. അദ്ദേഹത്തോട് എന്തു മറുപടി പറയും എന്നും എനിക്കറിയില്ലായിരുന്നു. ആരെയും കുറ്റം പറയാനും തോന്നിയില്ല. അദ്ദേഹം ചോദിച്ചതിന് മാത്രം ആൻസർ പറഞ്ഞു. അദ്ദേഹവും എനിക്കെന്താണ് പ്രശ്നം എന്ന് മാത്രം ചോദിക്കുന്നു. എന്നാൽ എന്താണ് അവർ എന്നെപ്പറ്റി പറഞ്ഞു കൊടുത്തത് എന്ന് വിട്ടു പറയുന്നുമില്ല. അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ എന്തു പറയാനാ? ആരെയും കുറ്റപ്പെടുത്താൻ ഒന്നും എനിക്ക് തോന്നിയതുമില്ല.
എൻ്റെ മനസ്സിൽ ജോലി ഉപേക്ഷിച്ച് പോയാലോ എന്നുവരെ തോന്നി. പക്ഷേ ജോലിയില്ലെങ്കിൽ ജീവിക്കാനും മാർഗമില്ല. എങ്ങനെയോ എല്ലാം സഹിച്ച് 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് പോന്നു. എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് എനിക്കിന്നും അറിയില്ല. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഇഷ്ടക്കുറവും ഒറ്റപ്പെടുത്തലും അനുഭവിക്കേണ്ടി വന്നു എന്നത് സത്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പാസ്റ്റ് ലൈഫ് കർമ്മയിൽ ഞാൻ വിശ്വസിച്ച് പോകാറുണ്ട്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുതെന്ന് എപ്പോഴും ചിന്തിച്ച് മാത്രം പെരുമാറുന്ന എന്നോട് ആളുകൾ ഇത്തരം ദേഷ്യത്തോടെ പകയോടെ പെരുമാറുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ നഴ്സറി ക്ലാസ്സിലെ ടീച്ചറായിരുന്നു. 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയുള്ള കുട്ടികളായിരുന്നു എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നത്. 25ഓളം കുട്ടികളും ഉണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാം, വീണ് പരിക്ക് പറ്റാം. കുട്ടികളായതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എന്നെ അതുവെച്ച് ഒരുപാട് ഉപദ്രവിച്ചേനെ. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കാവൽ പോലെ അതൊന്നും സംഭവിച്ചില്ല. കുട്ടികളുടെ പേരൻസൊക്കെ വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ 1 വർഷം കംപ്ലീറ്റാക്കി വന്നു. അവർ എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും എൻ്റെ ഭാഗത്തു നിന്നും അവരെ ഉപദ്രവിക്കാൻ ഞാൻ ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്തില്ല. എന്തോ എൻ്റെ ലൈഫിൽ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കുന്നു എന്നൊരു തോന്നലായിരുന്നു. എവിടെയോ കേട്ടു, നാം ഓരോ പീഡാനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, ഈ ഭൂമിയിൽ എന്ത് തന്നെ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് കാര്യം? ഞാൻ എൻ്റെ ആത്മാവ് തിരിച്ചു പിടിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഏറെ സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. നന്ദി.